Hey buddies, welcome to my channel. Let's capture life together. ഇന്ന് നമുക്കൊരു ചാലഞ്ച് വീഡിയോ ആയാലോ? അപ്പോൾ ഞാനൊരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നത്. ചാലഞ്ച് വീഡിയോയുടെ പേരെന്താണെന്ന് പറഞ്ഞാൽ ട്രൈങ് ഔട്ട് ഓൺലി പിങ്ക് ഔട്ട്ഫിറ്റ്സ് ഫ്രം ഫേമസ് ക്ലോത്തിങ് ബ്രാൻഡ്സ്. അതായത് ഇന്ന് ഞാൻ പിങ്ക് ഔട്ട്ഫിറ്റ്സ് മാത്രമാണ് ക്ലോത്തിങ് ബ്രാൻഡ്സിൽ ഇടാൻ പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ തപ്പി കണ്ടുപിടിക്കാൻ പോകുന്നുള്ളൂ. ഇനി ആയിട്ടുള്ളത് പിങ്ക് ആട്ടോ, അതുകൊണ്ട് തന്നെ ഇതിൽ വൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷെ ഇത് ഒരു റോസ് പിങ്ക് കൈൻഡ് ഓഫ് കളേഴ്സാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് പിങ്ക് ഔട്ട്ഫിറ്റ്സ് കിട്ടും, ഇതൊരു എക്സ്പെരിമെൻറ്റ് പോലെയാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും, നമുക്ക് ട്രെൻഡി കിട്ടും, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിന്ന് പോകുന്നത് അമ്നോറയിലാണ്. അപ്പോൾ ഞാൻ പോകാൻ മൈൻഡ് സെറ്റിൽ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അസോട്ടെ, സ്റ്റുഡിയോ, ട്രെൻഡ്സ്, അങ്ങനെ കുറേ കടകളുണ്ട് അവിടെ. അപ്പോൾ H&M ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം പിങ്ക് കിട്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്രാവശ്യം എപ്പോഴും ഞാൻ വെസ്റ്റ് സൈഡ് എല്ലാ വ്ളോഗ്സിലും വെസ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഇപ്രാവശ്യം വെസ്റ്റ് സൈഡ് മാക്സിമം ഞാൻ പോവാണ്ടിരിക്കും. അവിടെ വെസ്റ്റ് സൈഡ് ഉണ്ട്, അപ്പോൾ ഞാൻ പോവാതിരിക്കും മാക്സിമം. എന്നാലൊരു സൈഡ് വരുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പോയാലോ, ലെറ്റ്സ് ഗോ. ഈ മാൾ ശരിക്കും കാണാൻ ഭംഗി രാത്രിയിലാട്ടോ, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഞാൻ ഫസ്റ്റ് വ്ലോഗ് ചെയ്ത സീസൺസ് മാളില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അമ്നോറ ഉള്ളത് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഡിക്കാത്തലോണാണ് കാണുക. ആൾ അണ്ടർഗ്രൗണ്ടിലാണ് ആളുടെ വാസമുള്ളത്. നല്ലൊരു വലിയ മോളാട്ടോ അമ്നോറ. കുറച്ച് കൺസ്ട്രക്ഷൻ പണികൾ നടക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് വെസ്റ്റ് സൈഡായിരുന്നു. ആ ഭാഗത്തേക്കേ ഞാൻ തിരിയാൻ പോയില്ല, കാരണം എപ്പോഴും വെസ്റ്റ് സൈഡ് ആയതുകൊണ്ട് നേരെ അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ അസോട്ടയിലാണ് പോയത്. ഇതാണ് കേട്ടോ അസോട്ടെ. അസോട്ടയിൽ നല്ല കളക്ഷൻസ് ഉള്ള പോലെ തോന്നിയിട്ട് അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. പിന്നെ പിങ്ക് ഔട്ട്ഫിറ്റ് ആണ് നമ്മുടെ ചാലഞ്ച് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ എവിടേക്കും എൻ്റെ കണ്ണ് ഓടിക്കാതെ പിങ്കിലേക്ക് തന്നെയായിരുന്നു എൻ്റെ സൂക്ഷ്മദർശനവും, ലൈക്ക് സൂക്ഷ്മദർശിനി. ഇവിടെ നല്ല പിങ്ക് കളക്ഷൻസ് ഉള്ള പോലെ തോന്നിയിട്ട്. അപ്പോൾ ചുരിദാറിലായാലും ക്രോപ്പ് ടോപ്പിലായാലും എല്ലാത്തിലും ഒരു പിങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് അധികം കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആകുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ സൂക്ഷ്മദർശിനിയൊക്കെ പോയി ഞാൻ വേറെ കളർഫുൾ, അതായത് ഈ ടോപ്പിലേക്ക് എൻ്റെ കോൺസെൻട്രേഷൻ പോകുമായിരുന്നു കേട്ടോ. എനിവേസ്, നമ്മളുടെ ലക്ഷ്യം ഇന്ന് പിങ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പിങ്ക് ഔട്ട്ഫിറ്റ് ഒന്ന് വെച്ച് നോക്കുന്ന ഭംഗിയുണ്ടോ എന്നുള്ളത്. പക്ഷേ ട്രയൽ റൂമിൽ പോയി ഇട്ട് നോക്കിയില്ല കേട്ടോ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫിറ്റിംഗ് റൂം ആയിരുന്നു. ഇന്നത്തെ ചാലഞ്ചിന് പറ്റിയ കളറിലുമായിരുന്നു, പിങ്ക് തീമിൽ തന്നെയായിരുന്നു അവിടുത്തെ ട്രയൽ റൂമും ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിട്ട് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ. മുകളിൽ ഞാൻ പിങ്ക് കണ്ടുകൊണ്ടാണ് ഇതെടുത്തത്, പക്ഷെ ഇട്ട് വന്നപ്പോൾ പിങ്ക് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിന് തംസ് ഡൗൺ കൊടുക്കാം കേട്ടോ. പിന്നെ ഓക്കേഷ് ഔട്ട്ഫിറ്റ് ആയിട്ടാണ് തോന്നിയത്. ഈ ഷർട്ട് ഇട്ടപ്പോൾ ഒരു നൈറ്റ് വെയർ ഫീലാണ് കിട്ടിയത് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഓക്കേഷ് കാറ്റഗറിയിൽ പെടുത്തുന്നു. ഈ ഔട്ട്ഫിറ്റ് ഇട്ടപ്പോൾ എനിക്ക് കറക്റ്റ് മറ്റേ സുരാജ് വെഞ്ഞാറുപൂടിൻ്റെ ഓർമ്മ വന്ന മായാവി സിനിമയിലില്ലേ, ഈ കൊങ്ങയ്ക്ക് പിടിക്കുന്ന ഒരു ഡ്രസ്സായിട്ട് സംസാരിക്കാൻ പാടുപെടുന്നില്ലേ, സെയിം സിറ്റുവേഷൻ ആയിരുന്നു എനിക്കും, അതുകൊണ്ട് തംസ് ഡൗൺ. ഈ ഷർട്ട് നല്ല മെറ്റീരിയലും നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ തംസ് അപ്പ് കൊടുക്കാം. ഇത് ഓക്കേഷാണ് കേട്ടോ, സ്പെഷ്യലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, നോർമലായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്, നോർമൽ ഡ്രസ്സ് അങ്ങനെ. ഈ ടോപ്പ് എനിക്ക് കുറച്ച് ചെറുതായിരുന്നു കേട്ടോ, ആ ഒരു കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ടു, തംസ് അപ്പ്. ഈ ടോപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാനിതിന് തംസ് ഡൗൺ കൊടുക്കുകയാണ്. ഈ ടോപ്പിന് എന്തോ എനിക്കൊരു പ്രത്യേകത തോന്നി, ഇങ്ങനെ ഒരു വെറൈറ്റി സൈഡ്. എനിക്ക് വെറൈറ്റി ടോപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിതിന് ഒരു തംസ് അപ്പ് കൊടുക്കുകയാണ്. അസോട്ടയിൽ ഞാൻ പോകുന്നു കേട്ടോ. എനിക്ക് അവിടുത്തെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷെ കാര്യം എന്താ വെച്ചാൽ അവിടെ നല്ല കാശ് കൂടുതലാണ്. ഒരു ടോപ്പിനൊക്കെ 1800 അങ്ങനത്തെ ഒരു റേഞ്ചിലാണ് കിടക്കണത്. അപ്പോൾ അത്രയും വേർത്തിട്ടാണോ എന്ന് എനിക്കൊരു ഫീലിംഗ് വന്നു അവിടെ, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു. അവിടെ ഞാൻ നേരെ H&Mക്ക് പോയി. H&M പോയപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ക്യാച്ചി പിങ്ക്സ്, അങ്ങനെ പിങ്ക് കളർ അങ്ങനെ എനിക്ക് കിട്ടിയില്ല. H&M പൊതുവേ ഡാർക്ക് കളേഴ്സ് വളരെ കുറവ്, ന്യൂട്രൽ ടോൺസ് ആണ് മിക്കപ്പോഴും ഉള്ളത്, ഈ ബ്ലാക്ക്സ്, ഗ്രേസ് അങ്ങനെയൊക്കെ കളേഴ്സ്. പിന്നെ ഞാൻ ട്രെൻഡ്സിൽ പോയി നോക്കി, അവിടെ എനിക്ക് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, അങ്ങനെ പിങ്കൊന്നും. മാക്സിലും നോക്കി, അങ്ങനെ അത്ര കിട്ടിയില്ല. പിന്നെ ഞാൻ നേരെ സ്റ്റുഡിയോയ്ക്ക് പോയി. അവിടെ പോയപ്പോൾ എനിക്ക് ഡ്രസ്സസാണ് കൂടുതലും കിട്ടിയത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് നോക്കി ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റുഡിയോത്തെ കുറച്ച് ഔട്ട്ഫിറ്റ്സ് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു സ്വെറ്റർ കൈൻഡ് ഓഫ് ടോപ്പ് കേട്ടോ. പൂനെയിൽ ഇപ്പോൾ തണുപ്പ് വന്നുകൊണ്ട് ഒക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ടോപ്പാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതെനിക്ക് ഒക്കേഷായിട്ടാണ് തോന്നിയത്, അതുകൊണ്ട് ഓക്കെ കാറ്റഗറി. എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. റേറ്റും കുറവാണ്, നല്ല സുഖമുണ്ട് ഇടാൻ, അതുകൊണ്ട് തംസ് അപ്പ്. ഈ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കതിൻ്റെ ലേസ് ഡീറ്റെയിലിങ്ങും ഒക്കെ ഭയങ്കര ലോ ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യായിരുന്നു, അതുകൊണ്ട് ഞാനിതിന് തംസ് ഡൗൺ കൊടുക്കുകയാണ്. ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയി തോന്നിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതിന് തംസ് ഡൗൺ കൊടുക്കുകയാണ്. ഞാൻ സ്റ്റുഡിയോന്ന് ഇറങ്ങി കേട്ടോ. അവിടെ ഞാൻ ബോങ്കേഴ്സും പോയി, പിന്നെ യൂത്ത് സ്റ്റൈലും പോയി. യൂത്ത് സ്റ്റൈലിൽ അഫോർഡബിൾ ആണ്, പക്ഷേ എനിക്ക് അങ്ങനെ അത്രയും നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ. പിങ്ക് ഔട്ട്ഫിറ്റ്സിൽ പിങ്കിൽ അത്ര നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ ബോങ്കേഴ്സ് പോയപ്പോൾ പിങ്ക് ഒന്നും ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ ആകെ 2 കടയിലേ ഞാൻ പോയിട്ടുള്ളൂ, അതുകൊണ്ട് വെസ്റ്റ് സൈഡ് അങ്ങനെ നിൽക്കുകയാണല്ലോ. വെസ്റ്റ് സൈഡിലേക്ക് പോകാനുള്ളൊരു സൈഡ് വരുന്നു. അപ്പോൾ വെസ്റ്റ് സൈഡ് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്കുള്ള
പോക്കാട്ടോ അത്. വെസ്റ്റ് സൈഡിൽ എന്തായാലും പോലെ എപ്പോഴും ഞാൻ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് അല്ല കാണിക്കാറ്. എന്നാൽ പിന്നെ ഇപ്രാവശ്യം മാറ്റി പിടിക്കും, ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് കാണിക്കും, അതും പിങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഒരു പിങ്ക് ചുരിദാർ സെറ്റ് കണ്ടു, അത് ഞാൻ അങ്ങ് എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയും എൻ്റെ പണി വാളി. 2 മിനിറ്റ് നോക്കി നിന്നപ്പോൾ എനിക്ക് അധികം പിങ്ക് ചുരിദാറോ സെറ്റോ ട്രഡീഷണൽ ഫെയറോ അങ്ങനെ കിട്ടിയില്ല. എനിക്ക് അധികം ഓപ്ഷൻസ് ഉള്ള പോലെ തോന്നിയില്ല. പിന്നെ ഉള്ളതും എനിക്ക് മനസ്സിൽ അങ്ങോട്ട് പിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ നേരെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റിലേക്ക് തന്നെ പോയി. അവിടെ പോയപ്പോൾ 2-3 കിട്ടി. ഞാൻ ഇട്ട് നോക്കുന്നുണ്ട്. ഈ ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, അതുകൊണ്ട് തംസ് അപ്പ്. ഈ ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ചേരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനൊരു തംസ് അപ്പ്. ഇതൊരു കുർത്തി ടൈപ്പായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഒരു ബെൽറ്റിൻ്റെ കുറവോ എന്തോ ഒരു കുറവ് ഉണ്ടായിരുന്നു ഇതിന്. പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇതിന് പോക്കറ്റ്സും ഉണ്ടായിരുന്നു സൈഡിൽ. പക്ഷെ കുറച്ച് കാശ് കൂടുതലായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഇതിനൊരു ഒക്കേഷ കൊടുക്കുന്നുള്ളൂ. ഈ ബേബി പിങ്കിൽ വരുന്ന ചുരിദാർ സെറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ചൊരു കാശ് കൂടുതലാണ് കേട്ടോ, ഒരു 3000 സൈഡ്. പക്ഷെ ഒക്കേഷനൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റിയതും. പിന്നെ എനിക്ക് കുറച്ച് ലൂസായിരുന്നു, എൻ്റെ സൈസ് അല്ല കേട്ടോ, അത് കുറച്ച് ലൂസാണ്. എനിക്കിത് ഇഷ്ടമായി. പക്ഷെ 3000 രൂപക്ക് അടുത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് അത് എത്ര വേർത്തിട്ടാണോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഓക്കേഷ്. വെസ്റ്റ് സൈഡ് ഇറങ്ങി ഞാൻ സെൻട്രോ പോകുന്ന കേട്ടോ വിചാരിച്ച. അവിടെ നോക്കിയപ്പോൾ സെൻട്രോ അടച്ചു പൂട്ടിയിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്നോറ മാളിൽ നിന്ന് ഇറങ്ങി സീസൺസ് മാളിലേക്ക് പോയിട്ടോ. അവിടെ പോയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു അവിടെ ലൈഫ് സ്റ്റൈൽ ഉണ്ട് എന്നുള്ളത്. എന്നാൽ പിന്നെ അവിടെയും കൂടിയും കയറിയിട്ട് നമുക്ക് പിങ്ക് ഔട്ട്ഫിറ്റ്സ് കിട്ടോ ഇല്ലയോ എന്ന് നോക്കാം. 4ാമത്തെ കടയാണെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ ആംഗ്യം കാണിക്കുന്നത്. ഈ ക്രോപ്പ് ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, അതുകൊണ്ട് ഇതിന് ഞാൻ തംസ് അപ്പ് കൊടുക്കുന്നു. എനിക്ക് ഈ പഫ് സ്ലീവ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തംസ് അപ്പ്. ഇത് വെറമോടെ ഒരു ഡ്രസ്സാട്ടോ, എനിക്ക് ഈ പഫ് സ്ലീവ്സൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ട് നോക്കിയതാണ്. പക്ഷെ നല്ല വിലയുണ്ട്, 3000 അങ്ങനെ 3000 അടുപ്പിച്ചൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിതിന് തംസ് ഡൗൺ കൊടുക്കാം കേട്ടോ. ഇതൊരു പിങ്കും ഒരു വൈറ്റും മിക്സ് വരുന്നൊരു ഡ്രസ്സാട്ടോ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പോക്കറ്റ്സ് എന്നൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഒരു പ്രത്യേക സൈഡ് വില ഇതിനുണ്ടായിരുന്നു, അതുകൊണ്ട് തംസ് അപ്പ്. ഞാൻ ഇതുവരെ ഒരു കുർത്തി ടൈപ്പ് ഇട്ട് നോക്കിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ട് നോക്കിയതാ. ഇതൊരു പിങ്ക്, ഡാർക്ക് പിങ്ക് അല്ലേ, അതിൽ വരുന്ന കുർത്തി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിന് വരുന്നൊരു വി നെക്കും കൂടി ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ് വി നെക്ക്, അതുകൊണ്ട് ഇതിന് ഞാൻ തംസ് അപ്പ് കൊടുക്കുന്നു. പോയി തിരിച്ചു വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെച്ചാൽ എല്ലാ പിങ്കും കണ്ടിട്ട് ഇങ്ങനെ പിങ്കിച്ചു എൻ്റെ കണ്ണ് എന്നറിയില്ല, മഞ്ഞളിച്ചു എന്ന് പറയണ പോലെ പിങ്കിച്ചു വന്നു. അങ്ങനെയായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഡ്രസ് ടൈപ്പ് ഒന്നും എനിക്ക് അങ്ങനെ കിട്ടിയില്ല. ട്രെൻഡി അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല. കുഴപ്പമില്ല. പിങ്ക് മാത്രമായിട്ട് പോകുമ്പോഴേ നമുക്ക് ഇന്ന കളറിൽ തന്നെ കിട്ടണം എന്നുള്ളതുകൊണ്ട് വേറെ കുറേയൊക്കെ നല്ലത് ഞാൻ കണ്ടായിരുന്നു. പിങ്ക് മാത്രം അസോർട്ടയിലാണ് ഞാൻ നല്ലോണം പിങ്ക് കണ്ടത്, വേറെ അത്രയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇപ്രാവശ്യം അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഔട്ട്ഫിറ്റാണ് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് ഞാനിവിടെ കൊടുക്കാം. കുറച്ചെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ വേറൊരു വേർഷൻ വേണമെങ്കിൽ, അതായത് ഞാൻ വിചാരിക്കുന്നുണ്ട് പേർപ്പിൾ ഔട്ട്ഫിറ്റ് ട്രൈങ് ഔട്ടുണ്ട് പേർപ്പിൾ ഔട്ട്ഫിറ്റ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. പേർപ്പിൾ ഹാർട്ട് കൊടുക്കുക താഴെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ ടിൽ ദെൻ ബൈ.